What's going on, guys? Welcome to my YouTube channel. Guys, this is my first YouTube channel and I don't have any idea about how to vlog. So, അതിൻ്റെതായ ചെറിയ മിസ്റ്റേക്സും പ്രോബ്ലംസ് ഒക്കെ കാണും and let's see how it goes. So, ഇന്നത്തെ വീഡിയോ let's go to garage because it's getting summer and ഇതുവരെ എനിക്ക് ലൈക്ക് ബൈക്ക് പുറത്തെടുക്കാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും ടൈം കിട്ടിയിട്ടില്ല. സോ ഇന്ന് നമ്മൾ ഗരാജിൽ പോകുന്നു, ബൈക്ക് കോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ ലെറ്റ്സ് ക്ലീൻ ദ ബൈക്ക്, ലൂബ് ഇറ്റ് ആൻഡ് കം ബാക്ക്, ദാറ്റ്സ് ഇറ്റ്. സോ ലൂബ് ചെയ്യാനുള്ള പ്രോപ്പർ ടൂൾസ് ഒന്നും എൻ്റെ കയ്യിലില്ല, ഈവൻ പാഡോക്ക് സ്റ്റാൻഡ് പോലും എൻ്റെ കയ്യിലില്ല. ബട്ട് ഉള്ള ടൂൾ വെച്ച് ഞാൻ എങ്ങനെ ലൂബ് ചെയ്യുന്നത് നോക്കാം ആൻഡ് ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഇതാണ് നമ്മുടെ ഗറാജ്, നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ്. ഇവിടാണ് നമ്മൾ നമ്മുടെ കാറിൻ്റെ വീൽസ് ആയാലും ടൂൾസ് ആയാലും അതുപോലെ ബൈക്ക് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഇവിടെയാണ്. വിൻ്ററിൽ ഇവൻ ചെറിയ ചെറിയ വർക്ക്, മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ടയർ സ്വാപ്പ് എല്ലാം ഇവിടെ നമ്മൾ ചെയ്യുന്നത്. കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ ബൈക്ക്, 2015 ഹോണ്ട CBR 650F ആണ്. നമ്മുടെ നാട്ടിലെ സെയിം, വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ കളർ സ്കീം മാത്രം ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഗ്രേ കളറാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഈ കളർ സ്കീം ഇല്ല എന്നാണ്. സോ ഇത് എൻ്റെ ഫേവറേറ്റ് കളറാണ്, കുഴപ്പമില്ല. ഇത് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ലുക്കാണ്. സോ നമുക്ക് നോക്കാം വാഷ് ചെയ്ത്. കഴിഞ്ഞ വിൻ്ററിന് മുന്നേ ഞാനൊരു റൈഡ് പോയിട്ട് പിന്നെ വിൻ്ററിൽ സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് കഴുകാൻ പറ്റിയില്ല. സെയിം വിത്ത് ദ ചെയിൻ ഡ്രൈ ആണ്. സോ സോ നമുക്കിന്ന് ലൂബ് ചെയ്യാം, നോക്കാം സ്റ്റാർട്ടാകുമോ, എന്താണ് സിറ്റുവേഷൻ. ഓക്കെ, ബൈക്കിൽ കുറച്ച് ഞാൻ കുറച്ച് മോഡ്സ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് യുനോ ലൈക്ക് എൻജിൻ വൈസ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ വൈസർ, അതുപോലെ ജസ്റ്റ് ഇത് മിറർ ആക്ച്വലി നമുക്ക് പ്രോപ്പർ വിസിബിലിറ്റി ഒന്നും തരുന്നില്ല, ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്. ഞാൻ നോക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലൈക്ക് ഈ മിറേഴ്സും ഈ വൈസറുമാണ്. സോ വേറെ സീറ്റ് കവൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഇവൻ CBRന് സ്പ്ലിറ്റ് സീറ്റ്സ് വരുന്നില്ല. സോ നമ്മളിത് കൊണ്ട് ലൈക്ക് സ്റ്റാൻഡിലൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരം കുറച്ച് വൃത്തികേടായിട്ട് എനിക്ക് തോന്നി. സോ ഞാൻ സീറ്റ് കവൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഈ സീറ്റ് കവൾ, ദാറ്റ്സ് ഇറ്റ്. Yeah. സോ ഞാൻ പ്ലേസ് ചെയ്യുമ്പം കുറച്ച് മാറി, ലൈക്ക് ടു ദ ലെഫ്റ്റ്, മാക്സിമം ടു ദ ലെഫ്റ്റ്. ലൈക്ക് കൂടുതൽ ഞാൻ എൻജിൻ്റെ ഒരു ലൈക്ക് ബോട്ടം പാർട്ടിലാണ് ഞാൻ ഇത് വെക്കാൻ നോക്കുന്നത്. പ്രോപ്പറായിട്ട് ലിഫ്റ്റ് ആയിക്കോളും, ലൈക്ക് ബാക്ക് വീൽ പ്രോപ്പറായിട്ട് ലിഫ്റ്റ് ആവും. സോ നോക്കാം. സോ ഇപ്പോൾ നമുക്ക് വീല് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലായിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും. സോ ഇനി ഡിക്രീസിലെടുത്ത് നമ്മൾ പോകുന്ന കോയിൻ വാഷ്, കാർ വാഷ് ഇവിടെ അടുത്താണ്. സോ ഓക്കെ, ഒരു ജസ്റ്റ് 1 കിലോമീറ്ററേ ഉള്ളൂ. 1 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ തന്നെ ഓൾറെഡി ഇത് എല്ലായിടത്തും സ്പ്രെഡായി. നമ്മൾ പിന്നെ പ്രഷർ വാഷ് ഇട്ട് അടിക്കുമ്പോൾ അപ്പോൾ തന്നെ ഇളകി വന്നോളും.
നമുക്ക് ചെയിൻ വാഷ് ചെയ്യാം. സോ ഗൈസ്, ഫൈനലി നമ്മൾ തിരിച്ചെത്തി വീട്ടിൽ, നമ്മുടെ ഗറാജിലെത്തി. ഇനിയിപ്പോൾ നമ്മുടെ ചെയിന് എല്ലാം നല്ല ഡ്രൈ ആയി, ക്ലീനാണ്. ഇനി ലൂബ് ചെയ്താൽ മാത്രം മതി. ലൂബ് ചെയ്യാം, ലൈക്ക് സെയിം പ്രോസസ്സ് നേരത്തെ ചെയ്ത പോലെ തന്നെ. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇങ്ങനെയാണ് ഞാൻ ലൂബ് ചെയ്യുന്നത്. സോ ലൈക്ക് ഇത് പ്രോപ്പർ മെത്തേഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് ജസ്റ്റ് ഒരു ബൈക്ക് മേടിച്ച് കഴിഞ്ഞ് ഉടനെ ലൈക്ക് പാഡോക്ക് സ്റ്റാൻഡ് ഒന്നും കയ്യിലില്ല എങ്കിൽ, പ്രഷർ വാഷർ ഒന്നും ഇല്ലെങ്കിൽ, ദിസ് ഈസ് ദാറ്റ് വാട്ട് ഐ യൂസ്. അത്രേ ഉള്ളൂ ഗൈസ്. സോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷുവർ ലൈക്ക്, ഫോളോ, സബ്സ്ക്രൈബ്. ദാറ്റ്സ് ഇറ്റ്. ബൈ. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.